അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് ബിശ്വാസിൽ നിന്ന് അത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ അത് നമുക്ക് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് തുടരുക. ഇപ്പോൾ ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാം, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നമ്മളെയൊക്കെ, പ്രത്യേകിച്ച് മലയാളികളെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയത് മലയാളിയായ പത്തനംതിട്ട സ്വദേശി രഞ്ജിത കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രഞ്ജിതയുടെ വിയോഗത്തിന്റെ വേദനയിലാണ് പത്തനംതിട്ടയുള്ളത്, നാടുള്ളത്. രഞ്ജിതയുടെ സഹോദരൻ ഇന്ന് DNA പരിശോധനയ്ക്കായി അഹമ്മദാബാദിലേക്ക് പോവുകയാണ്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശിനാരായണൻ, നമുക്കറിയാം, ഒരുപാട് സ്വപ്നങ്ങളുമായി പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ജോലിയിൽ നിന്ന് താൽക്കാലികമായ ഒരു 5 വർഷത്തെ ലീവ് എടുത്തുകൊണ്ട് രഞ്ജിത ആദ്യം ഒമാനിലേക്ക് പോയി. അവിടെ നിന്ന് കഴിഞ്ഞ വർഷമാണ് ലണ്ടനിലേക്ക് എത്തിയത്. വീണ്ടും തിരികെ കുഞ്ഞുങ്ങൾക്കരികിലെത്തി അവിടെ ഒരു വീടൊക്കെ വെച്ച്, വീടിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പാലുകാച്ചൽ കർമ്മത്തിലേക്കൊക്കെ കടക്കുകയായിരുന്നു. അവിടെ നാട്ടിൽ മക്കൾക്കൊപ്പം സെറ്റിലാകാൻ ആ ഒരു സ്വപ്നവുമായി ലണ്ടനിലേക്ക് വീണ്ടും ഒരു പേപ്പർ വർക്കിന് വേണ്ടി മാത്രം പറന്നുയർന്നതായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് ഇന്നലെ ആ വലിയ അപകടം സംഭവിച്ചത്. ഒരിക്കലും ആ കുടുംബത്തിനോ രഞ്ജിതയെ അറിയാവുന്ന നാട്ടുകാർക്കോ ഒന്നും താങ്ങാൻ കഴിയാത്ത ഒരു വേദന തന്നെയാണ്. ഈ സഹോദരൻ അഹമ്മദാബാദിലേക്ക് ഇന്ന് പോവുകയാണല്ലേ? ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. എന്തായാലും ഒരു കുടുംബത്തിന്റെ ഏറ്റവും ആശ്രയമായ ഒരാൾ ആണ് രഞ്ജിത നഷ്ടപ്പെട്ടതോടെ തന്നെ വലിയ വേദനയിലാണ് രഞ്ജിതയുടെ അമ്മയും 2 മക്കളും ഉള്ളത്. നമുക്ക് അവരോട് സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു വേദനയാണ്, അവർക്ക് അഗാധമായ ഒരു ദുഃഖമാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. 4 ദിവസത്തെ അവധിക്ക് മാത്രമാണ് രഞ്ജിത വന്നത്. സർക്കാർ ജോലിയിലെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് അത് ഒപ്പിട്ട് നൽകുന്ന ഒരു നടപടിക്രമത്തിൽ മാത്രമാണ് രഞ്ജിത 4 ദിവസത്തേക്ക് വന്നത്. അത് പൂർത്തിയായതിനു ശേഷം തിരികെ വീണ്ടും ലണ്ടനിലേക്ക് പോകാനാണ് തീരുമാനം. അത്തരത്തിലാണ് യാത്രയെല്ലാം ക്രമീകരിച്ചിരുന്നത്. ലണ്ടനിൽ പോയതിനു ശേഷം അവിടെ പെട്ടെന്ന് തന്നെ ഈ സർക്കാർ ജോലിയിലേക്ക് തിരികെ നാട്ടിലെത്തി പ്രവേശിക്കുകയും തുടർന്ന് പുതിയ വീട് നിർമ്മാണം പൂർത്തിയായി അന്തിമഘട്ടത്തിൽ 28-ാം തീയതിയാണ് വീടിന്റെ ഗൃഹപ്രവേശനം വെച്ചിരുന്നത്. ആ വീട്ടിലേക്ക് താമസം മാറണം എന്നുള്ള ആഗ്രഹം കൂടി ബാക്കി വെച്ചാണ് രഞ്ജിത യാത്രയാകുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ച്, ഈ തിരുവല്ല പുല്ലാട് മേഖലയെ സംബന്ധിച്ച് രഞ്ജിതയുടെ വിയോഗം ഉണ്ടാക്കിയത് വലിയ ദുഃഖമാണ്. കാരണം ഇന്നലെ മരണം നടന്ന സമയം തന്നെ ആദ്യം വീട്ടുകാരെ അറിയിച്ചു. ഇന്നലെ 2 മണിക്ക് ഒരു അപകടം ഉണ്ടായപ്പോൾ തിരുവല്ലയിലെ പുല്ലാട് സ്വദേശിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾക്കൊക്കെ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ഇത് എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ള സങ്കടത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. നമ്മൾ ആ സമയത്ത് അവിടെ ചെന്നിരുന്നു. വീട്ടിലെ അമ്മയോടും മക്കളോടും ഈ വിവരം എങ്ങനെ പറയും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടർ ഔദ്യോഗികമായി ഈ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് വിവരം ഈ ബന്ധുക്കളെയും കുട്ടികളെയും അറിയിച്ചത്. എന്തായാലും കുട്ടികൾ ആ സമയം സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കുട്ടി സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഈ വിവരം അറിയുന്നത്. വലിയ വിഷമം ഉണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഇന്നലെ വീട്ടിലുണ്ടായിരുന്നത്. എന്തായാലും ഈ രഞ്ജിത ഈ വീടിനെ സംബന്ധിച്ച് വലിയ ഒരു കാരണം രോഗിയായ അമ്മ, 2 കുട്ടികൾ, ഇവർ 2 പേരുടെയും ഒരു ആശ്രയമായിരുന്നു രഞ്ജിത. ആദ്യം ഒമാനിലാണ് ജോലി ചെയ്തത്. ആ ഒമാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ടെസ്റ്റ് എഴുതുകയും ജോലി നേടുകയും ചെയ്തത്. പിന്നീട് ലീവ് എടുക്കുകയും അവിടെ നിന്ന് 1 വർഷത്തേക്ക് ലണ്ടനിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ജോലി കോഴഞ്ചേരിയിലെ താലൂക്ക് ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അവിടത്തേക്ക് വീണ്ടും 1 വർഷത്തേക്ക് ലീവ് നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് രഞ്ജിത 4 ദിവസത്തിന് മുമ്പ് വീട്ടിലെത്തിയത്. എന്തായാലും ഇന്ന് രഞ്ജിതയുടെ മൃതദേഹം, ഈ അപകടവുമായി ബന്ധപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നടപടിക്രമങ്ങളുണ്ട്. DNA പരിശോധന നടത്തണം. വസ്ത്രങ്ങള്, ബാഗുകൾ, ഇതെല്ലാം തിരിച്ചറിയണം. ഇതിനെല്ലാം വേണ്ടിയാണ് സഹോദരൻ ഇന്ന് അഹമ്മദാബാദിലേക്ക് അയക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സഹോദരന്റെ DNA സാമ്പിൾ ശേഖരിക്കും. അത്തരം പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള സാധ്യത ഉണ്ടാകുക. അതെല്ലാം വേഗത്തിൽ നടപ്പിലാക്കാനുള്ള എല്ലാ ക്രമീകരണം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും 2 സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ ജില്ലാ കളക്ടറും ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി. അതിനുള്ള സഹായങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സഹോദരൻ ഇവിടുന്ന് അയക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഇന്നലെ രാത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രഞ്ജിതയുടെ സംസ്കാര ചടങ്ങുകൾ അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. ഒരു പക്ഷേ 1-2 ദിവസം കൂടി കഴിയുമായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള സമയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
നിലവിലത്തെ സാഹചര്യത്തിൽ ഒട്ടനവധി പേർ രഞ്ജിതയെ അടുത്തറിയാവുന്ന കുടുംബവും അടുത്തറിയുന്ന ആളുകൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകൾ, രഞ്ജിതയുടെ ഒപ്പം പഠിച്ചവർ, സുഹൃത്തുക്കൾ, അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ആ വീട്ടിൽ ഇന്നലെ ഈ വിയോഗ വാർത്ത അറിഞ്ഞ സമയം മുതൽ വീട്ടിൽ എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു. ദുഃഖത്തിൽ ആ ബന്ധുക്കളോടുള്ള ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നലെയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നും രാവിലെ മന്ത്രി വീണ ജോർജ് അല്പസമയം എത്തുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. സർക്കാരിന്റെ തരത്തിലുള്ള എല്ലാ സഹായങ്ങളും കുടുംബത്തെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും ഇന്നലെ കളക്ടറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കണമെന്നുള്ള ആശ ബാക്കി വെച്ചാണ് രഞ്ജിത പോയത്. 2 മുറിയെങ്കിലും പെട്ടെന്ന് വീട് പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും രഞ്ജിത മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അമ്മയും രോഗിയായ അമ്മയും 2 കുട്ടികളെയും പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണമെന്നൊരു ആഗ്രഹം രഞ്ജിത പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 28-ാം തീയതി ഈ പുതിയ വീട്ടിലേക്ക് ഗൃഹപ്രവേശം വെച്ച് അക്കാര്യങ്ങൾക്കെല്ലാം ഒരു നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് രഞ്ജിത ഇവിടെ നിന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് മദ്രാസിലേക്ക് പോയി അവിടുന്ന് നേരിട്ട് ആണ് അഹമ്മദാബാദ് എത്തുകയും തുടർന്നുള്ള പ്ലെയിൻ അപകടമെല്ലാം ഉണ്ടാവുന്നത് തുടർന്നാണ് ഉണ്ടായത്. ഏതായാലും യാദൃശ്യമാണെങ്കിൽ പോലും വലിയ സങ്കടത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് രഞ്ജിത ഇവിടെ നിന്നും ഈ ഗൃഹപ്രവേശനത്തിനായി ഒരു 2 മാസത്തിനുള്ളിൽ മടങ്ങി വരാമെന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് അവസാനമായി ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രഞ്ജിത, അല്ലേ? അത് തന്നെ തീർച്ചയായും നടക്കുന്നത്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ഒരാശ്രയമായിരുന്നു രഞ്ജിത. ഒമാനിൽ സാമ്പത്തിക മിടുക്കിയായ സമർത്ഥയായ ആളാണെന്നുള്ളതാണ് നാട്ടുകാരും അയൽക്കാരും എല്ലാം പറയുന്നത്. ഒമാനിൽ ജോലി ചെയ്യുന്ന സമയത്തും ഒപ്പം ലണ്ടനിൽ പോയ സമയത്തും എല്ലാം വീട്ടിലെയും മക്കളുടെയും കാര്യങ്ങളും രഞ്ജിതയുടെ വരുമാനമാണ് ആ വീടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്രയമായിരുന്നു. മറ്റു 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. ഒരാൾ വിദേശത്താണ്, മറ്റൊരാൾ നാട്ടിൽ മറ്റൊരു സ്ഥാപനം നടത്തുകയാണ്. അങ്ങനെ 2 സഹോദരന്മാരും കൂടി രഞ്ജിതയ്ക്കുള്ള 2 കുട്ടികളാണ്. ഇന്ദുചൂടനും യതികയും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും മറ്റൊരു കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും എന്നാണ്. അപ്പൊ എന്തായാലും ഈ 2 കുട്ടികളും എല്ലാം ഈ അമ്മയും രോഗിയായ അമ്മയും രഞ്ജിതയാണ് സംരക്ഷിച്ചു വന്നിരുന്നത്. അത് വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് വീട് സംരക്ഷിക്കുന്നത്. ഒപ്പം പുതിയ വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സഹായങ്ങളും എല്ലാം രഞ്ജിത തന്നെയാണ്. കുടുംബ വസ്തു സഹോദരന്മാർക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷമാണ് അവിടെ വീടിന് പണികൾ ആരംഭിച്ചത്. 28-ാം തീയതി പുതിയ വീട്ടിലേക്ക് രോഗിയായ അമ്മയും മക്കളെയും മാറ്റി താമസിപ്പിക്കണമെന്നൊരു ആഗ്രഹം രഞ്ജിതയ്ക്കുണ്ടായിരുന്നു. അതിനുശേഷം ലണ്ടനിലെ ജോലി ഉപേക്ഷിച്ച് തിരികെ വന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കണം എന്നൊരാഗ്രഹമാണ്. അത് നീട്ടിക്കിട്ടതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കാണ് രഞ്ജിത നാട്ടിലെത്തിയത്. എന്തായാലും അതെല്ലാം ഒരു സ്വപ്നം പോലെ കത്തി അമർന്ന ഒരു സാഹചര്യം ഈ വിയോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കേണ്ടി വരും. ആ പ്രദേശത്തെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച്, ബന്ധുക്കളെ സംബന്ധിച്ച്, കൂടെ പിടിച്ച സഹപാഠികളെ സംബന്ധിച്ച് തീരാ ദുഃഖമായ ഒരു നോവായി രഞ്ജിത മാറുകയാണ്. ആര്യ, അതെ, രഞ്ജിത അത്രത്തോളം എല്ലാവരുമായും അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എന്നതാണ് രഞ്ജിതയെക്കുറിച്ച് അറിയാവുന്നവരെല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു കാര്യം കൂടി. ഇപ്പോൾ മൃതദേഹം എപ്പോൾ നാട്ടിലേക്ക് എത്തിക്കും എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ല. എങ്കിൽ പോലും രഞ്ജിതയെ അറിയാവുന്ന ആളുകളെല്ലാം അവിടേക്ക് ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇപ്പോഴും ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ ശശിനാരായണൻ? ആര്യ, തീർച്ചയായിട്ടും ഇന്നലെ മുതലുള്ള ആളുകൾ, സന്ദർശകർ, ഇന്നലെ മുതൽ ആ വീട്ടിലെത്തുന്ന ആളുകൾ, നമുക്ക് പറയാൻ കഴിയും നാട്ടിലെ തരത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ആ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും രാവിലെയും പുലർച്ചെയും ആ വീട്ടിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ അമ്മയും മക്കളെയും കാണുന്നു, ബന്ധുക്കളെ കാണുന്നു, ആശ്വസിക്കുന്നു. എന്ത് പറയാൻ കഴിയും എന്ന് അവർക്കറിയില്ല. എന്ത് പറഞ്ഞാണ് ഈ അമ്മയും മക്കളെ ആശ്വസിക്കുന്നത്? നമുക്ക് എന്ത് പറഞ്ഞ് കുട്ടികളെ ഈ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു വേദനയാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ച് അമ്മ മരിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി ഈ കുട്ടികൾ കൂടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അമ്മ അപകടത്തിൽപ്പെട്ട അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് മൂത്ത മകൻ ഇന്ദുചൂടൻ പറയുന്നത്. അങ്ങനെ കുട്ടികളെ ഇത് നമുക്ക് ഒരു കാരണവശാലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു ബന്ധം, അമ്മയും മക്കളുമുള്ള ബന്ധം നമുക്കറിയാം. ആ തലത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് അമ്മ ഇപ്പോഴും വരുമെന്ന് ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ്. കാഴ്ചക്കായി ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകളെ പോലും ഇത് കണ്ണീരിൽ ആറ്റുന്ന രീതിയിലുള്ള അവസ്ഥയാണ് ഈ വീട്ടിലുള്ളത്. എന്തായാലും ഈ അമ്മയും ഈ രോഗിയായ അമ്മയും ഈ 2 മക്കളും ഈ 2 പേരും ഈ രഞ്ജിതയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചവരാണ്. എന്തായാലും അത്തരം ഒരു വീട്ടിലെ നെടുന്തൂണായ ഒരാളുടെ വിയോഗം വളരെ നാട്ടിലും അയൽക്കാർക്കും നാട്ടുകാർക്കും സഹപാഠികൾക്കെല്ലാം വലിയ
ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി. കാരണം സഹപ്രവർത്തകരും നാട്ടുകാരും എല്ലാം വലിയ സഹകരണമുള്ള ആളായിരുന്നു രഞ്ജിത്ത് എന്നാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ നാട്ടുകാർ പറയുന്ന അറിവുകളാണ് ഇതെല്ലാം. വലിയ രീതിയിലും ഈ നാടും സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അധ്വാനിച്ച് വളരെ സ്വന്തമായ ഒരു മേഖല കണ്ടെത്തിയ വ്യക്തിയാണ് രഞ്ജിത. അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ വിയോഗം അത് വലിയ നഷ്ടം തന്നെയാണ്. ആ വീടിനെ സംബന്ധിച്ചും ആ നാടിനെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും വലിയ നഷ്ടം തന്നെയാണ്. വലിയ രീതിയിലുള്ളൊരു വിയോഗം തന്നെ ഇപ്പൊ രഞ്ജിതയിൽ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മൃതദേഹം എന്ന് നാട്ടിൽ കൊണ്ടുവരുമെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷെ ഇന്ന് സഹോദരനെ അഹമ്മദാബാദിൽ എത്തിക്കാനുള്ള, ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികളെല്ലാം ഇന്നലെ തന്നെ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇന്നലെ നൽകിയിട്ടുണ്ട്. പ്രേംകൃഷ്ണന്റെ കൂടെ ബാച്ചിൽ IAS പഠിച്ച ഒരു കളക്ടർ തന്നെയാണ് ഇന്നലെ അഹമ്മദാബാദിൽ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ രഞ്ജിതയാണ് മരിച്ചെന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. കാരണം അതിന്റെ രേഖകളൊക്കെ പരിശോധിക്കാനും ഈ മരണപ്പെട്ടത് മലയാളിയായ തിരുവല്ല സ്വദേശി പുല്ലാട് സ്വദേശി രഞ്ജിതയാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ ഈ രേഖകൾ തിരിച്ചറിയാനൊക്കെ വലിയ വേഗത്തിൽ രണ്ടുപേരും ഒരേ ബാച്ചിൽ പഠിച്ച ആളുകളായതുകൊണ്ട് കളക്ടറും ഈ അഹമ്മദാബാദിലെ കളക്ടറും ഒരേ ബാച്ചുകാരാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആശയവിനിമയങ്ങൾ നടത്തുന്നതിന് കഴിഞ്ഞു. എന്തായാലും ആ കാര്യങ്ങളെല്ലാം വേഗത്തിലായിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമ്മള് പലരും മൃതദേഹങ്ങളും കത്തി അമർന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് DNA സാമ്പിളുകൾ ശേഖരിച്ചെങ്കിൽ മാത്രമേ ഇത് ആരുടെയാണ് മൃതദേഹം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയുള്ളൂ. അപ്പം ഇവരുടെ ബാഗുകളോ മറ്റു തുണിയോ മറ്റു കാര്യങ്ങൾ അവശേഷിക്കുന്നില്ല. അതെല്ലാം കണ്ടെത്തിയിട്ടിരിക്കുന്നു. അതെല്ലാം ഇന്ന ആളുടെ ആണോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ട ആളുടെ തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ പോണെങ്കിൽ മാത്രമേ അത് കൃത്യമായി കണ്ടെത്താൻ കഴിയൂ. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് പിന്നീട് അയക്കാൻ കഴിയുള്ളൂ. അതിന് ഒരുപാട് സമയമെടുക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും 1, 2, 3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുള്ളൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം അതിന് നടപടിക്രമം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നാട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ, വീട്ടിൽ തന്നെ ആയിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ 28-ാം തീയതി പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ ഇരുന്ന രഞ്ജിതയുടെ വീട്ടിലേക്ക് നിശ്ചലമായ രഞ്ജിത മരണപ്പെട്ട് നിശ്ചലപ്പെട്ട ശരീരം ഈ വീട്ടിലേക്ക് എത്തിക്കുന്നു എന്നുള്ള സങ്കട വാർത്തയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. എന്തായാലും വേദനാജനകമായ ഒരു കാഴ്ചയും ദൃശ്യങ്ങളുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം. തീർച്ചയായും ശശി നാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.